കഴിഞ്ഞ തവണത്തെ വോട്ടിന്റെ 50% വോട്ട് കൂടി കിട്ടിയാൽ ഇത്തവണ വിജയം വരിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, ഇത്രയും മണ്ഡലങ്ങൾ. അതായത് തിരുവിതാംകൂർ ഭാഗത്തുള്ള മണ്ഡലങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ തവണത്തേക്കാൾ 50% വോട്ടും കൂടി കിട്ടിയാൽ, അതായത് ബി ജെ പിയുടെ ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ 4-5 തെരഞ്ഞെടുപ്പുകളിൽ 100% വെച്ച് വർദ്ധിപ്പിക്കുമ്പോൾ ഇത്തവണ 50%മേ വർദ്ധിക്കുന്നുള്ളൂ എങ്കിൽ പോലും തിരുവനന്തപുരം ജയിക്കും, ആറ്റിങ്ങൽ ജയിക്കും, പത്തനംതിട്ട ജയിക്കും, കോട്ടയം ജയിക്കും, ആലപ്പുഴ ജയിക്കും, തൃശൂർ ജയിക്കും. 6 മണ്ഡലങ്ങൾ തിരുവിതാംകൂറിൽ മാത്രം ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ് എന്നുള്ളത് യുക്തിഭദ്രമായി നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ, അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ക്രൈസ്തവ ജനവിഭാഗങ്ങൾ വൻതോതിൽ എന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ തോതിൽ അവരില് ഒരു 10 മുതൽ 15% വരെ വോട്ട് ഷിഫ്റ്റ് ബി ജെ പിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. അത് സഭകളും സഭാധ്യക്ഷന്മാരും അറിഞ്ഞുകൊണ്ട് തന്നെ നടന്ന മാറ്റമാണ്. പക്ഷെ പൊതുവായി അവരത് അംഗീകരിക്കണമെന്നില്ല. ഇടയലേഖനങ്ങളിൽ അത് വ്യക്തമാകണമെന്നില്ല. ഞാനിത് പറയുന്നത് വെറുതെ ഒരു പ്രതീക്ഷ കൊണ്ടല്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷമാണ്. നാഗാലാൻഡ് 98% ക്രിസ്ത്യാനി, അരുണാചൽ പ്രദേശ് 88% ക്രിസ്ത്യാനി, മേഘാലയ 67% ക്രിസ്ത്യാനി, മിസോറാം 64% ക്രിസ്ത്യാനി, മണിപ്പൂർ 52% ക്രിസ്ത്യാനി. 5 സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ്. അവിടെയെല്ലാം ബി ജെ പി ഭരിക്കുന്നു. അപ്പോൾ 1-2 തവണയല്ല, പലതവണ ഭരിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ബി ജെ പി ഭരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ഷൻ വരുമ്പോൾ അവിടുത്തെ ബിഷപ്പുമാരും അവിടുത്തെ പുരോഹിതന്മാരും ബി ജെ പിക്ക് വിരുദ്ധമായിട്ടുള്ള ഇടയലേഖനങ്ങൾ വായിക്കാറുണ്ട്. കേരളത്തിലും ഇപ്പൊ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇടയലേഖനമൊക്കെ ബി ജെ പിക്ക് വിരുദ്ധമായിട്ട് വായിക്കുന്ന ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 5 സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കണമെങ്കിൽ, അവിടുത്തെ ബി ജെ പിക്ക് ധാരാളം എം പിമാരെ കിട്ടണമെങ്കിൽ ഈ ഇടയലേഖനങ്ങൾ വായിച്ച കേരളത്തിലും അത് തന്നെ സംഭവിക്കാം. അങ്ങനെയുള്ള ഒരു അണ്ടർ കറന്റ് ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. മറ്റൊന്ന്, കേരളത്തിലെ ഈഴവ സമൂഹം എന്ന് പറയുന്നത് കേവലം കമ്മ്യൂണിസ്റ്റുകാരുടെ അടിമകൾ മാത്രമാണ്. അവർക്ക് വേണ്ടി കൊല്ലാനും ചാകാനും വോട്ട് ചെയ്യാനും കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനുമുള്ള അടിമകളാണ് എന്നുള്ള അവസ്ഥ ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈഴവ സമൂഹത്തിനിടയിൽ, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പിന്തുണയായിട്ടുള്ള ഈഴവ സമൂഹത്തിന്റെ ഇടയിൽ ഇന്ന് മാറി ചിന്തിക്കുന്ന ഒരു മനോഭാവം വന്നിരിക്കുന്നു. ഇത് തിരുവിതാംകൂർ ഭാഗത്ത് വളരെ ശക്തമാണ്. SNDP-യുടെ സംഘടനാ സംവിധാനം തൃശൂർ മുതൽ കാസർഗോഡ് വരെ ശക്തമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ SNDP-യുടെ സംഘടനാ സംവിധാനം അതീവ ശക്തമാണ്. അതിന്റെ ഒരു തുറന്ന പ്രവർത്തനം ഇത്തവണ NDAക്ക് BJPക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. ആ പിന്തുണ കൂടി ലഭിക്കുന്ന സമയത്ത് ഓർക്കുക, NSSന്റെ നിലപാട്, NSS ഒരിക്കലും BJPക്ക് എതിരെ സംസാരിച്ചില്ല, NDAക്കെതിരെ തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, LDFന് അനുകൂലമായിട്ടും UDFന് അനുകൂലമായിട്ടും നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന NSSന്റെ 2 താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ NSS പുറത്താക്കി. അവരുടെ പേരും സ്ഥലവും ഒന്നും ഞാനിപ്പോ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പത്രമാധ്യമങ്ങളിൽ വന്നതാണ്. പക്ഷെ ഓർക്കുക, ഒരു BJP അനുഭാവിയെ പോലും NSS പുറത്താക്കിയിട്ടില്ല. BJPക്ക് അനുകൂലമായി നിലപാടെടുത്തു എന്നുള്ളതിന്റെ പേരിൽ ഒരാളെ പോലും NSS പുറത്താക്കിയില്ല. പക്ഷേ ഇടതുപക്ഷ അനുകൂലമായും UDF അനുകൂലമായും നിലപാടെടുത്തതിന്റെ പേരിൽ 2 താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ പുറത്താക്കി. അതിന്റെ മെസ്സേജ് എന്താണ്? ആ മെസ്സേജും വ്യക്തമാണ്. അപ്പോൾ ഒരു നായർ ഈഴവ കൺസോളിഡേഷൻ NDAക്കും BJPക്കും അനുകൂലമായി തിരുവിതാംകൂർ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ക്രിസ്ത്യൻ അണ്ടർ കറന്റും കൂടി ചേരുമ്പോൾ ഒരു 15-20% വോട്ടിന്റെ ഒരു സ്വിങ് BJPക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള വോട്ടിന്റെ അല്ല, ഈഴവ വിഭാഗത്തിൽ നിന്നും നായർ വിഭാഗത്തിൽ നിന്നും ഒരു 20 മുതൽ 25% വരെ, ഞാൻ ഏറ്റവും കുറച്ചാണ് പറയുന്നത്, 20 മുതൽ 25% വരെ വോട്ട് ഇന്നലെ വരെ LDFനും UDFനും ചെയ്തിരുന്ന വോട്ട്
ഇത്തവണ നേരിട്ട് ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 25 മുതൽ 27 വരെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 27% ബി ജെ പി വർദ്ധിക്കുമ്പോൾ മറ്റ് മുന്നണികളുടെ അവസ്ഥ അതനുസരിച്ച് മെലിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 20-ലെ 6 മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് 33-35% എത്തും. കേരളം മുഴുവൻ അത് നോക്കുമ്പോൾ 25 മുതൽ 27% വരെ വരും. നേരത്തെ പറഞ്ഞ 6 മണ്ഡലങ്ങളിൽ അത് 33 മുതൽ 35% വരെ വരും. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ 6 പാർലമെന്റ് മണ്ഡലങ്ങൾ വിജയിക്കാൻ സാധിക്കും. ഇത് ആരും പറയാത്തതല്ല. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ നിലവിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അങ്ങനെയാണ്. ഇവിടുത്തെ മീഡിയയെയും ഇവിടുത്തെ പണ്ഡിതന്മാരെയും ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾ കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഏറ്റവും അവസാനം ജൂൺ 4-ാം തീയതി റിസൾട്ട് പുറത്തു വരുമ്പോൾ ഒരു വലിയ കൂട്ടക്കരച്ചിലും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടാവും. അപ്പോ പറയും ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ തിരിമറി നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ വർഗീയത ഒന്നിച്ച് വന്നതുകൊണ്ടാണ്, അപ്പടിയാണ് ഇപ്പടിയാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം ക്യാപ്സ്യൂളൊക്കെ ഇപ്പോഴുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാണും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ തുറന്ന് ചർച്ച ചെയ്യാൻ ഇവിടുത്തെ പൊതുമണ്ഡലം തയ്യാറാണ് എങ്കിൽ, കണ്ണു തുറന്ന് ഈ വസ്തുതകൾ കാണാൻ തയ്യാറാണ് എങ്കിൽ യാതൊരു സംശയവും വേണ്ട, തിരുവിതാംകൂറിൽ തന്നെ 6 സീറ്റുകൾ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും. മലബാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു വിധത്തിൽ ചർച്ച ചെയ്യാം എന്ന് ഞാൻ കരുതുന്നു. കാരണം മലബാറിന്റെ രാഷ്ട്രീയവും അവിടുത്തെ വോട്ടിന്റെ സിംഗൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്. ഇപ്പൊ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ 6 സീറ്റുകൾ ഉറപ്പായിട്ടും ലഭിക്കും. അത് തൃശ്ശൂര്, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ഈ 6 മണ്ഡലങ്ങളാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് NDA കേരളത്തിൽ നേടാൻ പോകുന്ന സീറ്റുകൾ. ഇതാണ് ഈ കാര്യത്തിൽ എനിക്കുള്ള നിഗമനം. ഇത് വസ്തുതാപരമായി കണക്ക് കൂട്ടുകയും 2004 മുതൽ ഇതുവരെയുള്ള 20 വർഷത്തെ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ആർക്കും വ്യക്തമാവുന്ന കാര്യമാണ്, ഇതിന് വലിയ രാഷ്ട്രീയ പാണ്ഡിത്യത്തിന്റെ ആവശ്യമില്ല. കേവലം കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ ബി ജെ പിയുടെ ഈ പുരോഗതി 6 സീറ്റുകൾ ബി ജെ പിക്ക് തിരുവിതാംകൂറിൽ തന്നെ നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.